റഷ്യ-യുക്രൈൻ പ്രശ്നം പരിഹരിക്കാൻ അമേരിക്കയടക്കം പാടുപെടുന്നതിനിടെ അമേരിക്കയ്ക്ക് കടുത്ത ഭീഷണിയുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായാണ് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി പ്രതികരിച്ചിരിക്കുന്നത്. ആണവ കരാറിൽ അമേരിക്കയുമായി ചർച്ചകൾ നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കത്ത് ഖമേനി ബുധനാഴ്ച തള്ളിയിരുന്നു. ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അമേരിക്ക പാലിക്കില്ലെന്ന് തങ്ങൾക്കറിയാമെന്നും പിന്നെ ചർച്ച നടത്തിയിട്ട് എന്താണ് കാര്യമെന്നും അദ്ദേഹം ചോദിക്കുന്നു. അതിനാൽ ചർച്ചയ്ക്കുള്ള ക്ഷണം പൊതുജനാഭിപ്രായത്തെ വഞ്ചിക്കലാണെന്നാണ് ഖമേനി പറയുന്നത്. കത്ത് ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ഖമേനി പറഞ്ഞതായാണ് വിവരം. കാര്യമായ ഫലം കാണില്ലെന്നും ഉപരോധങ്ങൾ ചുമത്തി ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നും ഖമേനി പറഞ്ഞു. ഇറാനെതിരായ ഏതൊരു സൈനിക ആക്രമണത്തിനെതിരെയും അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഖമേനി മുന്നറിയിപ്പ് നൽകി. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും പക്ഷേ അമേരിക്കക്കാരോ അവരുടെ ഏജന്റുമാരായ രാഷ്ട്രങ്ങളോ തെറ്റായ ഒരു ചുവടുവയ്പ് നടത്തിയാൽ ഇറാന്റെ പ്രതികരണം നിർണായകമാകും. ഏറ്റവും കൂടുതൽ ദോഷമനുഭവിക്കേണ്ടി വരുന്നത് അമേരിക്ക തന്നെയായിരിക്കുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി. ആണവ ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറാണെന്ന് കാണിച്ച് ട്രംപ് കഴിഞ്ഞ ആഴ്ച ഖമേനിക്ക് കത്തയച്ചിരുന്നു. ട്രംപ് തന്നെയായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കത്തയച്ചതിനു ശേഷം ട്രംപ് ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്ന 2 കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇറാനെ കൈകാര്യം ചെയ്യാൻ 2 വഴികളുണ്ടെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇറാനെ സൈനികമായി നേരിടുക അല്ലെങ്കിൽ അവരുമായി ഒരു കരാറിൽ ഏർപ്പെടുക എന്നത്. UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ട്രംപിന്റെ കത്ത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിക്ക് കൈമാറിയിരുന്നു. അറാഗ്ചിയും ഗർഗാഷും കൂടിക്കാഴ്ച നടത്തുന്നതിനിടെ ട്രംപിന്റെ ചർച്ചാ വാഗ്ദാനം വഞ്ചനയാണെന്ന് ഖമേനി വീണ്ടും എടുത്തു പറഞ്ഞതായി ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2018-ൽ ലോകശക്തികളുമായുള്ള ഇറാന്റെ 2015-ലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് അമേരിക്കയെ പിൻവലിക്കുകയും ഇറാന്റെ സമ്പദ്വ്യവസ്ഥയെ തളർത്തിയ ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തു. ഇറാനിയൻ രാഷ്ട്രകാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്ന ഖമേനി ഭീഷണികൾക്ക് വഴങ്ങി ഇറാനെ ചർച്ചകളിലേക്ക് തള്ളിവിടില്ലെന്ന് കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. ഇറാനുമായി ഒരു ആണവ കരാറിനുള്ള ചർച്ചയ്ക്ക് വാതിൽ തുറന്നിട്ടിരിക്കെ ഇറാനെ ആഗോള സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെടുത്താനും എണ്ണക്കയറ്റുമതി വെട്ടിക്കുറയ്ക്കാനും ട്രംപ് തന്റെ ആദ്യ ടേമിൽ ഉപയോഗിച്ച സമ്മർദ്ദം വീണ്ടും ഇറാനുമേലെ ചുമത്താൻ സാധ്യതയുണ്ടെന്ന് ഖമേനി പറയുന്നു. ആണവായുധം വികസിപ്പിക്കുന്നുവെന്ന് അമേരിക്കയുൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ തറപ്പിച്ച് പറയുമ്പോഴും തങ്ങൾക്ക് അങ്ങനെയൊരു ആഗ്രഹമില്ലെന്നും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇറാൻ ആവർത്തിച്ചറിയിച്ചിട്ടുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിച്ചാൽ അമേരിക്കയ്ക്ക് അത് തടയാൻ കഴിയില്ലെന്നും എന്നാൽ തങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഇറാൻ തീർത്തു പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇറാന്റെ കൈവശത്തുള്ള 60% വരെ പരിശുദ്ധിയുള്ള യുറേനിയം ശേഖരം ഏകദേശം 90% ആയുധ ഗ്രേഡ് ലെവലിനോട് അടുത്ത് കുതിച്ചുയർന്നതായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി കഴിഞ്ഞ മാസം അവസാനം പറഞ്ഞിരുന്നു.